ഹലോ ഗൈസ്, നിങ്ങളുടെ വീട്ടിൽ ഇതുപോലത്തെ കൊച്ചു കുട്ടികളുണ്ടോ? നിങ്ങളുള്ളത് സ്വീഡനിലാണോ? അന്ന് ഈ വീഡിയോ മിസ് ചെയ്തത്. സ്വീഡനിലെ കുട്ടികൾക്കുള്ള വാക്സിനേഷനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോ. ഡോണ്ട് മിസ് ഇറ്റ്. സ്വീഡനിലെ ചൈൽഡ് ഹെൽത്ത് സെൻറ്റർ BVC ബാൺവാർഡ് സെൻറ്ററും സ്കൂൾസും ചേർന്നാണ് കിഡ്സിനുള്ള വാക്സിനേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. 5 ഇയേഴ്സ് വരെ BVC ആണ് വാക്സിനേഷൻ പ്രൊവൈഡ് ചെയ്യുക. ദെൻ ആഫ്റ്റർ 5 ഇയേഴ്സ് സ്കൂളാണ് വാക്സിനേഷൻസ് പ്രൊവൈഡ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി. ഇവിടെ സ്വീഡനിൽ കിഡ്സിനുള്ള വാക്സിനേഷൻസ് എല്ലാം ഫ്രീ ആണ്. പ്രത്യേകിച്ച് അതിന് കോസ്റ്റ് ഒന്നും വരുന്നില്ല. അതുപോലെ തന്നെ ഈ വാക്സിനേഷൻസ് മാൻഡേറ്ററി അല്ല. പാരൻസിന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് കിഡ്സിന് വാക്സിനേഷൻ കൊടുക്കണ്ടു, മാൻഡേറ്ററി അല്ല. ബട്ട് ഹെൽത്ത് സെൻറ്റർ റെക്കമെൻഡ് ചെയ്യുന്നത് വാക്സിനേഷൻസ് കൊടുക്കണം തന്നെയാണ്. ഹൈ വാക്സിനേഷൻ റേറ്റ് വരുന്ന ഒരു കൺട്രിയാണ് സ്വീഡൻ. അതുകൊണ്ട് തന്നെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഡിസീസസ് ഇവിടെ എക്സ്ട്രീംലി റെയർ ആണ്. സ്വീഡനിലെ നാഷണൽ വാക്സിനേഷൻ പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നത് ഡേഞ്ചറസ് ആയിട്ടുള്ള 11 ഡിസീസസിന് എതിരെയുള്ള വാക്സിനേഷൻസ് ആണ്. അതിൽ പോളിയോ, മീസൽസ്, വൂപ്പിംഗ് കഫ്, HPV എല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഇവിടെ വാക്സിനേഷൻസ് സ്റ്റാർട്ട് ചെയ്യണത് ഒരു ബേബിയുടെ 6 വീക്സ് തൊട്ടാണ്. 6 വീക്സിലാണ് ഫസ്റ്റ് വാക്സിനേഷൻ. ദെൻ 3 months, 5 months, 1 year, 1.5 year, 5 years. അതുവരെയാണ് BVCക്ക് വാക്സിനേഷനുള്ള റെസ്പോൺസിബിലിറ്റി. അത് കഴിഞ്ഞ് സ്കൂളിലാണ് വാക്സിനേഷൻ കൊടുക്കാനുള്ള റെസ്പോൺസിബിലിറ്റി. സ്കൂളിൽ ഗ്രേഡ് 2-ലും 5th ഗ്രേഡിലും 8th ഗ്രേഡിലുമാണ് വാക്സിനേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. വാക്സിനേഷൻസ് കൂടാണ്ട് കിഡ്സിൻ്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് BVC ഫ്രീക്വൻ്റ് ആയിട്ട് മെഷർ ചെയ്യും. അവരുടെ ഹൈറ്റ്, വെയ്റ്റ്, അവരുടെ മോട്ടോർ സ്കില്ല്, ലാംഗ്വേജ്, സ്പീച്ച്, അവരുടെ ഹിയറിങ്, വിഷൻ ഒക്കെ ഫ്രീക്വൻ്റ് ആയിട്ട് മെഷർ ചെയ്യും. ഇനി നിങ്ങൾ സ്വീഡനിൽ പുതിയതാണെങ്കിൽ നിങ്ങൾ തൊട്ടടുത്തുള്ള BVCയിൽ രജിസ്റ്റർ ചെയ്യണം. രജിസ്ട്രേഷനോ അവിടെ അപ്പോയിൻമെൻറ്റിനോ ഒന്നും നമ്മൾ പ്രത്യേകിച്ച് കോസ്റ്റ് ഒന്നുമില്ല, എല്ലാം ഫ്രീ ആണ്.